ബ്രിട്ടീഷുകാരൻ മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന് ഇന്നു കാണുന്ന പെട്ടിയും പറയും പമ്പ് സംവിധാനം ചെയ്ത് വെള്ളം വറ്റിച്ചു. ഇവിടെ ഇപ്പോൾ ധാരാളം മെഷീൻ തറകളുണ്ട്. അതിന്റെ പ്രവർത്തനവും സംവിധാനവും നേരിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്തു. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കഷ്ടപ്പാടും അത് പരിഹരിക്കുന്നതിന് ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുള്ള ആവശ്യങ്ങളും അവർ കുട്ടികളുമായി പങ്കുവച്ചു. 1940 വരെ ഒന്നിടവിട്ട വർഷങ്ങളിൽ മാത്രം നടത്തിവന്ന പഴനില കൃഷി രീതി മാറ്റി രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ ബർമയിൽ നിന്നും വന്നിരുന്ന നെല്ലും അരിയും നിലച്ചതിനെ തുടർന്ന് വർഷം തോറും കൃഷി നടത്താൻ നിർബന്ധിതമായ സാഹചര്യം വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. പുഞ്ചയും വിരിപ്പും എന്നിങ്ങനെ 2 പൂവൽ കൃഷിയാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. മുണ്ടകൻ കൃഷി ഇവിടെ തീരെയില്ലെന്ന് പറയാം. വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത, ഓരുവെള്ളക്കയറ്റം എന്നിവ കണക്കിലെടുത്താണ് ഇപ്പോൾ കൃഷി നടത്തുന്നത്. അപ്പർ കുട്ടനാട് പ്രദേശത്ത് വിരിപ്പ് കൃഷി വളരെ കുറച്ചു മാത്രമേ ഇറക്കുന്നുള്ളൂ. വിവിധ ഇനം വിത്തുകളെയും കൃഷിരീതികളെയും പരീക്ഷണങ്ങളെയും പറ്റി മനസ്സിലാക്കാൻ സംഘം മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു. ഇത്രമേൽ ഹരിതഗന്ധമിയലുന്ന സസ്യപുഷ്പഫല സംഗമം, മാടി മാടി വിളിക്കുമെന്നും ഈ പൈക്കിടാങ്ങൾ നിലങ്ങളിൽ. ഇത്രമേൽ ഹരിതഗന്ധമിയലുന്ന സസ്യപുഷ്പഫല സംഗമം, മാടി മാടി വിളിക്കുമെന്നും ഈ പൈക്കിടാങ്ങൾ നിലങ്ങളിൽ. നീളെ നീളെ വയലീണമുതിരുന്ന നിർമ്മലാനന്ദ നീർത്തടം, സംഗീത ശ്യാമസന്ധ്യകൾ പേലി നീട്ടുന്ന ഹൃത്തടം. കാർഷിക വിപ്ലവത്തിന് നാന്ദി കുറിച്ച് കുട്ടനാടൻ പാക്കേജിന് നേതൃത്വം നൽകുന്ന ശ്രീ MS സ്വാമിനാഥന്റെ ഭവനവും നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണ നിലവും മങ്കൊമ്പ് ക്ഷേത്രത്തിന് സമീപത്തുള്ള ശ്രീ ചിത്തിര തിരുനാൾ പ്രതിമയും കുട്ടികൾക്ക് വിജ്ഞാനത്തിൻ്റെ അക്ഷര വഴികളായിരുന്നു. നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ വിത്തിനങ്ങളായ ഭദ്ര, ആശ, പവിഴം, കാർത്തിക, അരുണ, മകം, രമ്യ, കനകം, രഞ്ജിനി, പവിത്ര, പഞ്ചമി, രമണിക, ഉമ, രേവതി, കരിഷ്മ, കൃഷ്ണാഞ്ജന, ഗൗരി എന്നിങ്ങനെയുള്ള പേരുകൾ ചേർത്ത് പാട്ടുണ്ടാക്കി താളം കൊട്ടി സംഘം നേരെ പോയത് കായൽ രാജാവ് എന്ന വിശേഷണമുണ്ടായിരുന്ന ശ്രീ ജോസഫ് മുരിക്കൻ്റെ തറവാട്ടിലേക്കായിരുന്നു. കായൽ നികത്തിയും നിലം കുത്തിപ്പൊക്കിയും ബണ്ടു നിർമ്മിച്ചും 100 കണക്കിന് തൊഴിലാളികളെ കൊണ്ടുവന്ന് കൃഷി തുടങ്ങിയ ഭൂവുടമ ഏറ്റവും കൂടുതൽ കൃഷിസ്ഥലങ്ങളുടെയും അധിപനായിരുന്നു. കുട്ടനാടിൻ്റെ ചരിത്രമുഖം തേടിയുള്ള ഈ യാത്രയുടെ കടവിലിരുന്ന് കാലത്തിൻ്റെ ചുരുളഴിച്ച് അനുഭവങ്ങൾ ഒന്നൊന്നായി പങ്കിട്ടെടുത്തു. കുട്ടനാട്ടിലെ നികത്തിയെടുത്ത പ്രദേശങ്ങളായ R ബ്ലോക്ക്, QST ബ്ലോക്ക് എന്നിവയെപ്പറ്റി കൂടുതൽ അറിയാനും ഈ യാത്രാ സംഘത്തിന് സാധിച്ചു. വേമ്പനാട്ട് കായൽ നികത്തി സ്ഥിരം ബണ്ടുകൾ നിർമ്മിച്ച് ഇവിടെ ഏകദേശം 620 ഹെക്ടർ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇവയെ കായൽ നിലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടം ഇടവിളകളാലും സമൃദ്ധം. മിച്ചഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക തൊഴിലാളികൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായി 700 ഹെക്ടറോളം പ്രദേശം ഗവൺമെന്റ് ഏറ്റെടുത്ത് 1600ഓളം വരുന്ന കർഷക കുടുംബങ്ങൾക്കായി വിതരണം ചെയ്ത സമരചരിത്രത്തിന്റെ അകമ്പൊരുൾ അധ്യാപകർ വിവരിച്ചു കൊടുത്തപ്പോൾ പഴയ കുട്ടനാടും R ബ്ലോക്ക്, QST ബ്ലോക്കുകളും കുട്ടികൾക്ക് ഏറെ അടുത്തറിവായി. ജീവിക്കാൻ പാടുപെടുന്ന തൊഴിലാളികളുടെ വേദനയിലും ഇല്ലായ്മയിലും പങ്കുകൊള്ളാൻ ഈ യാത്രാസംഘം സമയം കണ്ടെത്തി. കക്കവാരൽ തൊഴിലാളികളുടെ കുടിലുകൾ സന്ദർശിച്ചാണ് വിവരങ്ങൾ ശേഖരിച്ചത്. നീറുന്ന യാഥാർത്ഥ്യങ്ങളും വരളുന്ന ജീവിതവും അതിന്റെ ദൈന്യതയും ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അതെ, കക്കവാരി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളത് പുഴുങ്ങി ഇറച്ചിയാക്കി, ഇറച്ചി വേറെ തോട് വേറെ ആയിട്ട് തോട് സൊസൈറ്റി വന്നെടുത്ത് ഇങ്ങനെ
വേമ്പനാട്ട് കായലിലെ മുഖ്യ വിഭവങ്ങളിൽ ഒന്നാണ് കക്ക. ഓസ്ട്രിയ, വെളോറിറ്റ, മെറേട്രിക്സ് എന്നീ ഇനങ്ങളിൽപ്പെട്ട ജീവികളുടെ ജൈവാവശിഷ്ടങ്ങളും ജീർണാവശിഷ്ടങ്ങളുമാണ് കുട്ടനാടൻ പ്രദേശത്ത് സുലഭമായിട്ടുള്ളത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന കക്കയിൽ പകുതിയിലധികവും വെളോറിറ്റ വർഗത്തിൽപ്പെട്ട ജീവികളുടെ തോടാണ് എന്നതും അറിയാൻ കഴിഞ്ഞു. കള്ളുചെത്ത് തൊഴിലാളികളെയും കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെയും മത്സ്യകൃഷിക്കാരുടെയും ദൈനംദിന ജീവിത രീതി മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേറിട്ട അനുഭവമായി മാറി. മത്സ്യസമ്പത്തിനും പേരുകേട്ട നാടാണല്ലോ കുട്ടനാട്. കൊഞ്ച്, കരിമീൻ, കാളാഞ്ചി, ആറ്റുവാള തുടങ്ങി 32 മത്സ്യവിഭവങ്ങളെപ്പറ്റി 1948 ശ്രീ CD ജോൺ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഓരുവെള്ളത്തിന്റെ സാന്ദ്രതയിലെ കുറവ് മൂലം മത്സ്യവിഭവങ്ങളിൽ പലതും നഷ്ടമാകാൻ കാരണമായതായി പറയുന്നു. വേനൽക്കാലത്ത് വേലിയേറ്റം വഴി ഓരുവെള്ളം കായലിലേക്ക് കയറുമ്പോഴാണ് കൊഞ്ചുകുഞ്ഞുങ്ങൾ കായലിലെത്തുന്നത്. വീശുവല ഉപയോഗിച്ചുള്ള മീൻപിടുത്തമാണ് ഇവിടെ. കൊഞ്ചിനെ പിടിക്കാനായി ഒറ്റാലികളും ഉപയോഗിക്കുന്നു. ചൂണ്ടയും ഉടക്കുവലയുമായി മീനുകളെ കാത്തിരിക്കുന്ന കാഴ്ച കുട്ടനാടിന് സ്വന്തം. കുട്ടനാടിന്റെ ശ്വാസനിശ്വാസങ്ങളേറ്റ കുഞ്ഞോളങ്ങളെ തഴുകി ചെറുവള്ളങ്ങൾ വലയുമായി പോകുന്നതും പതിവ് കാഴ്ച. കരിമീനുകളെ പിടിക്കാൻ ചാട്ടുളിയുമായി കടവിൽ കാത്തു നിൽക്കുന്നവരും ധാരാളം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലും മീൻ വിൽപ്പനക്കാരുടെ നീണ്ട നിര തന്നെയുണ്ട്. ഇവിടുത്തെ ജനതയുടെ ഉപജീവനത്തിന് ഉപോദ്ബലകമാകുന്ന മത്സ്യകൃഷി പക്ഷേ ഇന്ന് പ്രതിസന്ധികളെ നേരിടുകയാണ്. കൊച്ചുവള്ളത്തിൽ കയറി നിന്ന് വടിയൂന്നി താറാങ്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന കാഴ്ച കുട്ടികളിൽ വിസ്മയത്തിന്റെ വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു. ഇന്ന് കുട്ടനാട്ടിലെ താറാവ് കറി അത്രയ്ക്ക് പ്രശസ്തി നേടി. വഴിവക്കിൽ ചെറിയ മറയൊരുക്കി താറാമ്പറ്റത്തെ സൂക്ഷിക്കുന്നതും അത് വാങ്ങാൻ വാഹനങ്ങൾ വരിവരിയായി കിടക്കുന്നതും AC റോഡിലെ പതിവ് ദൃശ്യമാണ്. കുട്ടനാട്ടിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? കുട്ടനാട്ടിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒന്നാമത്തേത് ഈ കടൽ നിരപ്പിന് താഴെയാണ് കുട്ടനാടെന്നുള്ളതാണ്. അതുകൊണ്ട് ആഗോളതാപനം പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ, അതായത് മഞ്ഞുരുകിയാൽ ഏറ്റവും കുട്ടനാട് വെള്ളത്തിനടിയിലായി പോകും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ മറ്റൊന്ന് മലിനീകരണമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുന്ന പമ്പയാറ്. ഈ പമ്പയാറ് പണ്ട് വളരെ ശുദ്ധമായിരുന്നു, നല്ലതായിരുന്നു. എന്നാൽ ഇന്ന് ഈ വയലുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കീടനാശിനികൾ, അമിതമായിട്ടുള്ള കീടനാശിനികളെല്ലാം ഈ പമ്പയാറ്റിലേക്ക് ഒഴുക്കിവിടുകയാണ്. ഓരുവെള്ളത്തിന്റെ ഭീഷണിയും ഹൗസ് ബോട്ടുകളിൽ നിന്ന് നിർലക്ഷ്യം പുറന്തള്ളപ്പെടുന്ന ഇന്ധനാവശിഷ്ടങ്ങളും ആഹാരാവശിഷ്ടങ്ങളും കീടനാശിനികളുടെ വ്യാപകമായ പ്രയോഗവും സൃഷ്ടിക്കുന്ന ജലജന്യ രോഗങ്ങൾ മത്സ്യകൃഷിക്കും താറാവ് കൃഷിക്കും എന്തിന് കുട്ടനാടൻ ജനതയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വിഘാതമാകുന്നുവെന്ന യാഥാർത്ഥ്യം കൂടുതൽ ഗൗരവത്തോടെയാണ് കുട്ടികൾ തിരിച്ചറിഞ്ഞത്. വെള്ളപ്പൊക്കക്കെടുതിയിൽ ഈ നാട് എത്രയോ വട്ടം മുങ്ങിപ്പോയിരിക്കുന്നു. കിഴക്കൻ വെള്ളം കുത്തി ഒഴുകി വന്ന് കുട്ടനാട്ടിലെ കൃഷി പലവട്ടം ഇല്ലാതാക്കി. സ്വന്തം വിയർപ്പിൽ നിന്നും കുത്തിപ്പൊക്കിയെടുത്ത ഈ പ്രദേശത്ത് ജീവിക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത സാഹചര്യമുണ്ടായിട്ടും വെള്ളപ്പൊക്കവും അതുമൂലമുള്ള വറുതിയും തരണം ചെയ്ത് സ്വന്തം നാട് വിട്ടുപോകാൻ മനസ്സനുവദിക്കാത്ത തൊഴിലാളി സമൂഹത്തിന്റെ അക്ഷയ പാത്രമായി മാറി കുട്ടനാട്. വേനൽക്കാലത്ത് കായലിലേക്കുള്ള ശുദ്ധജലത്തിന്റെ ഒഴുക്ക് കുറയുന്നതോടെ കടലിൽ നിന്നും ഓരുവെള്ളം കായലിലേക്ക് കൂടുതൽ കയറുമായിരുന്നു. കായലിലെ ലവണാംശം കൂടുകയും കൃഷിയെയും മത്സ്യസമ്പത്തിനെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തപ്പോൾ ഇരിപ്പൂ കൃഷിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ കുട്ടനാട്ടിലേക്കുള്ള ഓരുവെള്ള കയറ്റം പാടെ തടയുകയും കായലിൽ നിന്നുള്ള വെള്ളത്തെ കൃഷിക്ക് ഉപയോഗിക്കുക എന്ന ആശയത്തിൽ നിന്നുമാണ് തണ്ണീർമുക്കം റെഗുലേറ്റർ നിർമ്മിക്കപ്പെട്ടത്. 1955 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ 1974 മുതൽ പ്രവർത്തനം സജീവമായി. 64 ഷട്ടറുകളുള്ള തണ്ണീർമുക്കം റെഗുലേറ്റർ പക്ഷേ കുട്ടനാടൻ ജീവിതത്തിന്റെ പരിരക്ഷയ്ക്ക് പൂർണ്ണമായും പ്രയോജനപ്പെട്ടില്ല എന്ന യാഥാർത്ഥ്യം നിറഞ്ഞു നിൽക്കുന്നു. കായൽ നിലങ്ങളിലും കരിനിലങ്ങളിലും കരപ്പാടങ്ങളിലും ഉപ്പുവെള്ള ഭീഷണി ഒരുപോലെയല്ല ഉണ്ടാകുന്നത് എന്ന സംഗതി ഈ പദ്ധതിക്ക് പിന്നിൽ ഒരു ചോദ്യചിഹ്നമാകുന്നു. നദികളാൽ ചുറ്റപ്പെട്ട കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കുട്ടനാടിന്റെ ഋഷീശ്വരൻ എന്ന വിളിപ്പേരുള്ള IC ചാക്കോ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയത്. 1951 പണി ആരംഭിച്ച സ്പിൽവേ 1955 പൂർത്തിയാക്കി. 40 ചെറിയ ഷട്ടറുകളാണ് ഇതിലുള്ളത്. സ്പിൽവേ തോടിന്റെ നീളം 4300 അടിയും വീതി 1200 അടിയുമാണ്.
തോട്ടപ്പള്ളി സ്പിൽവേ വഴി ഏകദേശം 19,500 ക്യൂബിക് മീറ്റർ വെള്ളം സെക്കൻഡിൽ ഒഴുക്കാമെന്ന് കണക്കാക്കിയെങ്കിലും 1955 സ്പിൽവേ തുറന്നപ്പോൾ 6,000 ക്യൂബിക് മീറ്റർ മാത്രമേ ഒഴുകിയുള്ളൂ. അങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേയ്ക്കും കുട്ടനാടൻ ജനതയെ പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആലപ്പുഴയ്ക്ക് തൊട്ടു വടക്ക് ആര്യാട് എന്ന സ്ഥലത്ത് വേമ്പനാട്ട് കായലിൽ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകാനായി ഒരു ചാല് കീറുക, 2 കൊല്ലത്തിന് ശേഷം തോട്ടപ്പള്ളിയിൽ സ്പിൽവേ ഉണ്ടാക്കുക എന്ന് അന്ന് ജലസേചന വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടിയായ ശ്രീ IC ചാക്കോ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ ചെവിക്കൊള്ളാതിരുന്നതിന്റെ പ്രത്യാഘാതമെന്നോണം പ്രതീകമായി നിലകൊള്ളുന്നു തോട്ടപ്പള്ളി അഴിമുഖത്തെ മണൽത്തിട്ട്. പദ്ധതികൾക്കപ്പുറത്ത് കുട്ടനാട്ടുകാരന്റെ നിലപാട് തന്നെയാണ് ശരിയെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പുത്തൻ തലമുറയിലെ കൂട്ടുകാർക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ടൂറിസം മേഖലയുടെ വ്യാപനം കുട്ടനാടിന്റെ നാടിഞരമ്പുകളെ പോലും ബാധിച്ചു തുടങ്ങി. അതിന്റെ അനുരണനങ്ങൾ തൊട്ടറിയാൻ ഈ യാത്രാസംഘത്തിന് കഴിഞ്ഞു എന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. വിദേശീയരും തദ്ദേശീയരുമായ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർഷാവർഷമുണ്ടാകുന്ന വർധനവിന്റെ നിരക്കുകൾ രേഖപ്പെടുത്തുവാനും നിജസ്ഥിതി വിലയിരുത്തുവാനും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹൗസ് ബോട്ടുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. കുട്ടനാടിന്റെയും പ്രത്യേകിച്ച് ആലപ്പുഴയുടെയും സാമ്പത്തിക പുരോഗതിക്ക് ഈ ഹൗസ് ബോട്ടുകൾ ഇന്ന് നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ കുട്ടനാടിന്റെ സിരകളെ പോലും കാർന്നു തിന്നുകയാണ്. വൃത്തിയും മേന്മയും ഉറപ്പുവരുത്തി അധികൃതർ നൽകുന്ന സാക്ഷ്യപത്രത്തോടെ മാത്രമേ ഹൗസ് ബോട്ടുകൾ പ്രവർത്തിക്കാവൂ എന്ന നിർദ്ദേശമുണ്ടെങ്കിലും അലക്ഷ്യമായ പെരുമാറ്റവും നിരുത്തരവാദപരമായ നിലപാടുകളും കുട്ടനാടിന്റെ മാലിന്യ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുനർവിചിന്തനത്തിന് ടൂറിസം മേഖലയെ വിനിയോഗിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഈ കാഴ്ചകൾ മുന്നേറിയത്. ചെറുതും വലുതുമായ തുരുത്തുകൾ കേന്ദ്രീകരിച്ചു ഇവിടെ ജനവാസമുണ്ടായിരുന്നു. ഇന്ന് ഒട്ടുമിക്കതും ടൂറിസ്റ്റ് റിസോർട്ടുകൾക്കായി വഴിമാറി. ലക്ഷങ്ങൾ മുടക്കി വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ റിസോർട്ടുകൾ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട് കുട്ടനാട്. അപ്പോഴും വേമ്പനാട്ട് കായലിന് കിട്ടിയ വരദാനം പോലെ മുഹമ്മ ഗ്രാമപഞ്ചായത്തിൽ കായലിന് നടുക്ക് 100 കണക്കിന് സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു പാതിരാമണൽ എന്നു പേരുള്ള പച്ചത്തുരുത്ത്. ഇത് സംബന്ധിച്ച അറിവ് കുട്ടികൾക്ക് കെട്ടുകഥകൾക്കപ്പുറത്തെ ചരിത്ര സത്യം തുറന്നുകൊടുക്കും. അപൂർവ ഇനം പക്ഷികളും അത്യപൂർവ ഇനം ഔഷധ സസ്യങ്ങളും ഇവിടെ സമൃദ്ധം. രാജഭരണകാലത്ത് ചേർത്തലയിലെ ജന്മിയായിരുന്ന ജോസഫ് അന്ത്രപ്പേർ പാട്ടത്തിന് വാങ്ങി തെങ്ങ് നട്ടതും ആദ്യം ഇതിനെ തോപ്പെന്ന് പേരുണ്ടായിരുന്നതും പിന്നീട് 13 കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നതുമായ വൃത്താന്തം അത്യന്തം കൗതുകത്തോടെയാണ് വിദ്യാർത്ഥികൾ കേട്ടിരുന്നത്. ഇനിയും തിരിച്ചറിയപ്പെടാത്ത ജീവിതബോധത്തിന്റെ ധാരണകൾ തെല്ലൊന്ന് സ്പർശിക്കാൻ ഈ യാത്രയിൽ സാധിച്ചു. നേരിന് പേരുള്ള ഒരു ജനതയുടെ കഠിനാധ്വാനത്തിന്റെ തികവിൽ കടഞ്ഞെടുത്ത നാട്ടുവിശേഷങ്ങൾ എത്ര കണ്ടാലും കേട്ടാലും മതിവരില്ല. ഇവരുടെ സാംസ്കാരിക സമ്പന്നത, മതാവബോധം, അയൽപ്പക്ക ധാരണകൾ, സഞ്ചാരത്തിലെ വിശ്വാസ്യത, മണ്ണിനോടുള്ള ആത്മാർത്ഥത, പങ്കുവെക്കലിന്റെ ജനകീയത ഒക്കെയും നീട്ടി വിളമ്പാൻ കേവലം ഒരു യാത്ര കൊണ്ട് പര്യാപ്തമല്ലെന്ന മുഖ്യവിശേഷമാണ് എടുത്തു പറയേണ്ടത്. ഞാറ്റുപാട്ടും ചക്രം ചവിട്ടുപാട്ടും തോറ്റംപാട്ടും കൊയ്ത്തുപാട്ടും തീയാട്ടുപാട്ടും കുറത്തിയാട്ടപ്പാട്ടും കളമെഴുതുന്ന പാട്ടരങ്ങിന്റെ പുഞ്ചക്കണ്ടത്തിൽ സാംസ്കാരികതയുടെ ചിത്രക്കമ്പിളിയിൽ പൊതിഞ്ഞ് നാടുണർന്നു നിന്നു. നമ്മുടെ ലോകത്തെ ഏറ്റവും താണ പ്രദേശമാണ് ഇപ്പോൾ കുട്ടനാട്. കുട്ടനാടിനൊരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. സർദാർ KM പണിക്കർ കുട്ടനാട്ടുകാരനാണ്. ഡോക്ടർ അയ്യപ്പ പണിക്കർ കുട്ടനാട്ടുകാരനാണ്. വിശാല സംഘത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആചാര്യനായ DN പണിക്കർ സാധിച്ചു കുട്ടനാട്ടിലെ നിലമ്പേരൂർ ഗ്രാമത്തിൽ. ആ നിലയിൽ വെച്ച് നോക്കുമ്പോൾ സാഹിത്യ സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ചെമ്പകശ്ശേരിയിൽ ദേവനാരായണ രാജാക്കന്മാർ പുലർത്തിയിരുന്ന മാനവിക വീക്ഷണത്തിന്റെ സ്വാധീനം കലാ സാംസ്കാരിക വളർച്ചയിൽ ഉടനീളമുണ്ട്. പറഞ്ഞു പറഞ്ഞ് പദം വന്ന ചൊല്ലും വള്ളപ്പാട്ടിന്റെ താളാത്മകതയും